അൽഹംദുലില്ലാ ഞങ്ങളുടെ ഉംറ സിയാറത്ത് യാത്ര വീട്ടിൽ നിന്നും വാഹനത്തിലായി നെടുമ്പാശ്ശേരി ലക്ഷ്യമാക്കി പോവുകയാണ്. അമീർ അലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഉംറ സിയാറത്ത് യാത്ര ഇരാറ്റുപേട്ടയിൽ നിന്നും 11ഓളം പേര് യാത്ര ചെയ്ത് നെടുമ്പാശ്ശേരി ലക്ഷ്യമാക്കി എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ നെടുമ്പാശ്ശേരി എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ജസീറ എയറോപ്ലെയിനിൽ നേരെ കുവൈറ്റ് ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഫസ്റ്റ് ദിവസത്തെ കാഴ്ചയാണ്. നേരെ നമ്മൾ കുവൈറ്റിലേക്കാണ്. കുവൈറ്റിൽ നിന്നാണ് നേരെ മദീന എയർപോർട്ടിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ആദ്യം മദീനോട്ടായിട്ടുണ്ട്, സാധാ വേഷത്തിലാണ്. നേരെ മറിച്ച് മക്കയിലോട്ടാണെങ്കിൽ ഇഹ്റാമിലായിരിക്കും. നമ്മളിപ്പോൾ മദീനയിലേക്ക് യാത്ര ചെയ്യിക്കുകയാണ്. ഏകദേശം 10 മണിയോടുകൂടി എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് ഉയർന്ന് രാവിലെ പരമ്പര വെളുക്ക സമയത്ത് കുവൈറ്റ് അൽ ജദീജ് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് വിശ്രമവും എല്ലാം കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ഫ്ലൈറ്റ് നേരെ മദീനയിലേക്കാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലേക്കാണ് രണ്ടാമത്തെ ഫ്ലൈറ്റ്. ഒരുപാട് എയറോപ്ലെയിനൊക്കെ നമ്മുടെ അടുത്തൂടെയൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ് കുവൈറ്റ് എയർപോർട്ട്. കാരണം നെടുമ്പാശ്ശേരി പോലെ നെടുമ്പാശ്ശേരി നമുക്ക് എന്നാൽ കാണാൻ പറ്റുകയല്ല, പക്ഷെ കുവൈറ്റ് നല്ല രീതിയിൽ കാണാം. ആ ഒരു കാഴ്ചയും അയവർക്കുണ്ട്. നമ്മുടെ സിയാറത്ത് യാത്ര ആരംഭിക്കുകയാണ്. ഈ സിയാറത്ത് യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഞങ്ങൾ കണ്ട ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സിയാറത്ത് യാത്ര കുവൈറ്റ് എയർപോർട്ടിൽ നിന്നും മദീന എയർപോർട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് നമ്മളങ്ങനെ മദീന എയർപോർട്ടിലേക്ക് പോകാനുള്ള ജസീറയുടെ വിമാനം എത്തിയിരിക്കുകയാണ്. എയർ ഹോസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മളങ്ങനെ കുവൈറ്റ് എയർപോർട്ടിൽ നിന്നും പറന്നുയരുകയാണ് മദീന ലക്ഷ്യമാക്കി. പറന്നുയർന്ന സമയത്ത് ധാരാളം പട്ടണങ്ങൾ നമ്മുടെ തൊട്ട് താഴെ കാണാം. നല്ല രസമാണ് കാണാൻ. ഈ വിമാന യാത്രയൊക്കെ ഒരു പ്രത്യേക അനുഭവം കൂടിയാണ്.
അങ്ങനെ നമ്മൾ മദീന എയർപോർട്ടിലേക്ക് ഇതാ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മദീന എയർപോർട്ടിലെ കാര്യങ്ങളും എല്ലാം കാണാം. ഇതല്ലേ നമ്മുടെ ആഗ്രഹം സാധിച്ചുകൊണ്ട് ഇതാ മദീന എയർപോർട്ടിലേക്ക് ഇറങ്ങിയാണ്. അതിനുശേഷം ലിഫ്റ്റിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ എയർപോർട്ടിലെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതാ നമ്മൾ മറ്റ് ബസ്സിൽ നമ്മുടെ റൂമും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിലും നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മുടെ യാത്ര ആ ഭാഗത്തേക്ക് പോകുന്ന നമ്മൾ നാളെ മറ്റന്നാളെ